നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. പരീശരുടെ മരണത്തിനുള്ള പാപം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34 മുതൽ 36 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവർ ചിലരെ നിങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കുകയും ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ യാഗപീഠത്തിനും മന്ദിരത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിന്റെ മകനായ സഖരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ മരണത്തിനുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും ഉണ്ടെന്ന് വായിക്കുന്നുണ്ട്. ചില പാപത്തിൻ്റെ ശിക്ഷ മരണശിക്ഷയാണ്. അത് കഠിനമായ പാപമാണ്. വേദോസം പരിശോധിച്ചാൽ കഠിനമായ പാപം എന്നുള്ളത് ദൈവത്തിൻ്റെ ദാസന്മാരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ കൊന്നുകളയുക എന്നുള്ളത് ആയിരുന്നു. ഒരു വഴക്കുണ്ടായി തമ്മിൽ തല്ലി ഒരാളെ കൊന്നു എന്നുള്ളതിനേക്കാൾ നീതിയോടുകൂടെ ജീവിച്ച് നമ്മുടെ നന്മ കാംക്ഷിച്ച് നമ്മുടെ അടുക്കൽ വന്ന് നമ്മളുടെ തെറ്റുകളെക്കുറിച്ച് നമ്മോട് പറയുന്ന ആളുകളെ കൊന്നുകളയുക എന്നുള്ളത് ദൈവം എങ്ങനെ സഹിക്കും? നമുക്ക് ഡോക്ടർമാരെ കാണാൻ പോകാറുണ്ട്. നമുക്കൊരു പ്രശ്നമുണ്ട്, ഒരു വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്ന് ഡോക്ടർ പറഞ്ഞാൽ കൂടുതൽ പണം മുടക്കി സ്കാനിങ് മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി നാം പോകും. അല്ലാതെ നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ഡോക്ടറെ നമ്മൾ കൊല്ലാനൊരുങ്ങുമോ? അല്ലെ കൊല്ലുവോ? ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന്, ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് HIV ഉണ്ടെന്ന്, ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെന്ന്, അയാളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ ലോകത്തിൽ ആരെങ്കിലും പറയുമോ? അങ്ങനെ ഡോക്ടർ പറയുന്നെങ്കിൽ അത് നമ്മുടെ ഗുണത്തിനല്ലേ? കാരണം എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രതിവിധി തേടണം. അതിനുവേണ്ടിയല്ലേ പറയുന്നത്? അതുപോലെ ദൈവദാസന്മാർ നമ്മുടെ പാപത്തെ, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പാപത്തെ നമ്മോട് പറയുന്നത് മാനസാന്തരപ്പെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി ദൈവത്തോട് നിരന്ന് തനിക്കും കുടുംബത്തിനും ഒക്കെ നിങ്ങൾ അനുഗ്രഹം നേടണം. ആ ലക്ഷ്യത്തിലല്ലേ? ദൈവസഭയിലൊക്കെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് എൻ്റെ പാപം അറിഞ്ഞുകൊണ്ട് ഇയാൾ എന്നെ കുത്തുകയാണ്. അവർ വിലയിരുത്തും, ഇപ്പോൾ പറഞ്ഞത് എനിക്കാണ്, മുമ്പേ പറഞ്ഞത് മറ്റേ അവറാച്ചനാണ്, മുമ്പേ പറഞ്ഞത് മറ്റേ ആൾക്ക് വേണ്ടിയാണ്. വാസ്തവത്തിൽ ഈ ദൈവദാസൻ മണ്ണും മനസ്സും അറിഞ്ഞ കാര്യമായിരിക്കേയില്ല. ദൈവാത്മാവാണ് അവർക്ക് ആ ബോധ്യം നൽകുന്നത്. ദൈവത്തിൻ്റെ വചനം ഉപ്പുകല്ല് പോലെയാ. ഒരുപാട് മുനകളുണ്ട്. ഏതെങ്കിലും മുന ആർക്കെട്ടെങ്കിലും കൊള്ളും. പക്ഷെ മനഃപൂർവ്വം പറഞ്ഞതാണ് എന്ന് ചിന്തിക്കുക മാത്രമല്ല, തമ്മിൽ കുശുകുശുക്കും വിശ്വാസികൾ. എനിക്കെട്ടാണ് പുള്ളി താങ്ങിയത്, ഞാൻ തിരിച്ചു താങ്ങും. ഇതാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരുന്നത്. പ്രവാചകന്മാർ മനഃപൂർവ്വം നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിക്കാനായിട്ട് ആണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അയാളെ കൊല്ലണം, വകവരുത്തണം, ഇനി അയാൾ ആ നാവ് കൊണ്ട് സംസാരിക്കരുത്. അങ്ങനെ അവർ ചിലരെ കൊല്ലുകയും ചിലരെ പള്ളിയുടെ മുമ്പാകെ കൊണ്ടുവന്ന് ചട്ടവാറിന് അടിക്കുകയും ചിലരെ ഓടിച്ചു കളയുകയും ചെയ്തു. അവസാനം ബെരഖ്യാവിന്റെ മകനായ സഖരിയാവിനെ യാഗപീഠത്തിനും മന്ദിരത്തിനും മധ്യേ വെച്ച് ശുശ്രൂഷ മധ്യേ കൊന്നുകളഞ്ഞു. യേശു ചോദിക്കുകയാണ്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിരിക്കുമോ ദൈവം? ഈ തലമുറയിൽ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, മരണത്തിനുള്ള ശിക്ഷ. മരണശേഷം ന്യായവിധി ഉണ്ടാകും, അത് വേറൊരു കാര്യം. എന്നാൽ ഈ തലമുറയിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മരണശിക്ഷയ്ക്ക് വിധേയരാകും. ആക്രമണത്തിന് അല്ലെങ്കിൽ വെട്ടി കൊല്ലപ്പെടുന്നതിന്, കുരിശിക്കപ്പെടുന്നതിന് ഇടയായി തീരും.
പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവദാസന്മാർക്കെതിരെ വിരൽ ചൂണ്ടരുത്. കാരണം സക്കറിയാവിന്റെ പ്രവചനത്തിൽ വായിക്കുന്നത്, നിങ്ങളെ തൊടുന്നവർ എൻ്റെ കൺമണിയെ തൊടുന്നു എന്നാണ്. മോശയ്ക്കെതിരെ മിരിയാം കുശുകുശുത്തു അഹരോനുമായിട്ട്. മിരിയാം കുഷ്ഠരോഗിയായി തീരാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം തൻ്റെ വലങ്കയിലാണ് പിടിച്ചിരിക്കുന്നത്. അവരെ ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം അവർ ദൈവവചനം പറയുന്നവരാണ്. ജനത്തിൻ്റെ നന്മ, ആത്മീകവും ഭൗമികവുമായ നന്മയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ആളുകളെ നിന്ദിക്കാനും അവർക്കിട്ട് പണി കൊടുക്കാനും അവരെ ഒതുക്കാനും ഉപദ്രവിക്കാനും ഒക്കെ നാം ചിന്തിച്ചു പോയാൽ നീതിമാനെ പഴിക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും എന്നാണ് നാം 4 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ദൈവദാസന്മാരെ ആദരിക്കുവാൻ, ബഹുമാനിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതിയ നിയമത്തിൽ സഭയ്ക്ക് പൈസ കൊടുക്കണം, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവനെല്ലാം നന്മയിൽ ഓഹരി കൊടുക്കണം. മിതിക്കുന്ന കാളയ്ക്ക് മുഖപ്പെട്ട കെട്ടരുത് എന്നാണ്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കുക, അവരെ സന്തോഷത്തോടെ ചെയ്യാൻ ഇടവരുത്തുക. ഉപദേശത്തിലും വചനത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടിമാനത്തിന് യോഗ്യരായിട്ട് എണ്ണുക. അപ്പോൾ തീർച്ചയായിട്ടും ദൈവദാസന്മാർക്ക് സാമ്പത്തികമായി നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണവും പ്രാപ്തിക്ക് മീതെയും സന്തോഷത്തോടെ ഹൃദയ നിർണയപ്രകാരം പിറുവിറുപ്പ് കൂടാതെ നിർബന്ധം കൂടാതെ അവർക്ക് കൊടുത്തേ തീരൂ. ചില ആളുകൾ സ്തോത്രകാഴ്ച ഇടുന്നതിൽ, സ്തോത്രകാഴ്ച എന്നൊരു സംഭവം പുതിയ നിയമത്തിൽ സഭയ്ക്ക് ദൈവം നൽകിയിട്ടില്ല. സഭ ഒരു വാണിഭശാലയാകാൻ പാടില്ല. പണം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട്, ഒരു സ്ഥലമായിട്ട് മാറാൻ പാടില്ല. അവിടെ ഒരു ട്രസ്റ്റി, അവിടെ ഒരു കൈക്കാരൻ, അങ്ങനെ ഒരു സംഭവമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ദരിദ്രർക്ക് കൊടുക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു കളക്ഷൻ എടുക്കുക. പൗലോസൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരും അപ്പം നുറുക്കാൻ കൂടി വരുമ്പോൾ നിങ്ങൾ കൈ കുറേ പൈസയും കരുതിക്കോണം, അങ്ങനൊരു സംഭവം ബൈബിളിലില്ല. അവൻ്റെ വാക്ക് വെക്കുന്ന സ്ഥാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അറപ്പശേഷം കൂട്ടായ്മ കഴിച്ച് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നല്ലാതെ സ്തോത്രകാഴ്ച ഇട്ടും പോന്നു എന്നൊരു സംഭവമില്ല. ഞാനീ പറഞ്ഞത്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദാസന്മാരെ അവരെ നമ്മൾ ആദരിക്കണം. അവർക്ക് നമ്മളുടെ നന്മയിൽ നിന്ന് ഓഹരി കൊടുക്കണം. പല ആളുകളും ഓരോ ഓഹരിയും കൊടുക്കുകയിൽ നിന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും അവരെ ഒതുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് അവരുടെ തലമുറകൾക്ക് ദോഷം വരുന്ന കാര്യമാണ്. ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒറ്റയ്ക്കല്ല കൊല്ലപ്പെട്ടത്, അവരുടെ മക്കളും അവരുടെ കുടുംബവും നശിക്കാനിടയായി. ആ തലമുറയിൽ തന്നെ യേശു പറഞ്ഞ ആ സമയത്ത് കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ ഭയത്തോടു കൂടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം പറയുന്ന ദൈവദാസന്മാരെ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.